ഇപ്പൊ മിക്കവരും ചോദിക്കും പോകുമ്പോ അതെ നിങ്ങൾ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ആ ചോദ്യം ഞങ്ങൾക്ക് ഹാപ്പിയാണ്. അതെ അപ്പൊ അവർക്ക് അങ്ങനെ തോന്നുന്നോണ്ടാണല്ലോ. നമ്മൾ ആഗ്രഹിച്ച ഒരാൾ വരട്ടെ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ മാട്രിമോണിയിൽ ആക്ച്വലി ഒരു ഹൈ കാണുന്നത്. അതിനുശേഷം എൻ്റെ മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് റിക്വസ്റ്റ് അയച്ചു. റിക്വസ്റ്റിൽ ഒരു മെസ്സേജ് അയക്കുന്ന പൊതുവേ ഉള്ളതാണ് മാട്രിമോണിയിൽ. ആരെങ്കിലുമൊക്കെ ഈ മാട്രിമോണിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ ആളെ വേണ്ടാന്ന് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ റിക്വസ്റ്റ് മാത്രമേ വന്നുള്ളൂ, മെസ്സേജ് വന്നില്ല. പിന്നെ എന്നോട് വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ റിക്വസ്റ്റിന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഞങ്ങള് വീട്ടുകാർ തമ്മിൽ കണക്ട് ചെയ്തു, ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഉറപ്പിച്ചിട്ടില്ല, എനിക്ക് സംസാരിക്കണം, കുറച്ചധികം സമയം വേണം. ആ സമയം 1 വർഷവും 3 മാസമാണ്. അതെ മനസ്സിലായി, ഏകദേശം ഒരേ ക്യാരക്ടർ വൈബും ഒക്കെ ആണെന്നുള്ള കാര്യം മനസ്സിലായി. പവന ജസ്തുതി പാത്ര പാവന ചരിത്ര പവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര. ഒറ്റകളുടെ ജീവിതത്തിലേക്ക് ഒരാളും കൂടെ വരുന്നതിന് പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, സെറ്റാണ്. ഓക്കെ ആണോ? നാളെ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നാ, ഒരു കുഴപ്പമില്ല, പരാതികൾ വന്നാ ഒരു കുഴപ്പമില്ല, നാളെ ഇത് കേൾക്കണം. இரண்டு மனமிணைய இணைய இணைய பிறந்த பயனடைய அடைய அடைய ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே. கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா, வரமாகவே நீ வந்ததால் திளைத்தேனடா. ഒരാള് ടിപ്പിക്കൽ ഇടുക്കിക്കാരി, വേറൊരാള് ടിപ്പിക്കൽ എറണാകുളംകാരൻ. അതിന്റെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് അല്ലെ, അതുണ്ട്. സ്വർണ്ണ തീനാളമോ മുല്ലപ്പൂ